2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് സ്തോത്രം ആരിലൂടെയോ ദൈവം പ്രവർത്തിച്ചതല്ല, ചെങ്കടൽ വിഭാഗിച്ചതല്ല ദൈവസ്നേഹം. സ്തോത്രം. അതെ, ഗിദിയോന്യ സൈന്യത്തെ എഴുന്നേൽപ്പിച്ച് മിദ്യാന്യ പാളയത്തെ പൊളിച്ചതല്ല ദൈവസ്നേഹം. പഴയ നിയമത്തിലെ ഏതെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ദൈവസ്നേഹം. പകരം ദൈവം തന്റെ പ്രിയ പുത്രനെ ലോകത്തെ സ്നേഹിച്ചിട്ട്, അർത്ഥം സഹോദരിയെ നിന്നെ സ്നേഹിച്ചിട്ട്, സഹോദരനെ നിന്നെ സ്നേഹിച്ചിട്ട്, പിതാവായ ദൈവം യേശുവിനെ നിനക്ക് തന്നത് ആണ് ദൈവത്തിന്റെ സ്നേഹം. 1 യോഹന്നാൻ 4:9 പറയുന്നു, പിതാവായ ദൈവം തന്റെ പുത്രനെ തന്നതിനാൽ ദൈവത്തിന് ലോകത്തുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അതെ, പിതാവായ ദൈവം തന്റെ പുത്രനെ എനിക്കും നിനക്കും വേണ്ടി കാൽവരി ക്രൂശിന്മേൽ തന്നതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.